എല്ലാ ജീവനും ഒരേ വിലയാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാ ജീവനും ഒരേ വിലയല്ല, എല്ലാ ജീവനും ഒരുപോലെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ രാജേഷിന്റെ മരണം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സങ്കടം തോന്നേണ്ട ആവശ്യമില്ലായിരുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഉറപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യന് മറ്റൊരു ജീവന് വേണ്ടി അവന്റെ ലൈഫ് ജാക്കറ്റ് കൈമാറിയതിനു ശേഷം കുത്തൊലിക്കുന്ന പുഴയിൽ ആ ഒരു കയറിലെ പിടുത്തം വിട്ട് മരണത്തിന്റെ കയത്തിലേക്ക് പോയ സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ഒരു മനുഷ്യൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. നീന്തൽ അറിയാമായിരുന്നിട്ടും നീന്തലിന്റെ ആശാനായിരുന്നിട്ടും അദ്ദേഹത്തിന് പോലും ആ ഒരു മരണക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ജീവനും ഒരുപോലെയല്ല. മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പോലെയൊക്കെ മരിക്കണം. സ്വന്തം ജീവൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് മറ്റൊരു ജീവൻ രക്ഷിച്ചിട്ട് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ, വല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കണം ഈ ഒരു കയത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടില്ല എന്നുള്ളത്. ബെന്നി എന്നൊരു മനുഷ്യൻ വെള്ളക്കെട്ടിൽ വീണ് കിടക്കുന്ന സമയത്ത് അയാളെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ആ ജീവന് ഒന്നുകൂടി സുരക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് തന്റെ ലൈഫ് ജാക്കറ്റ് അദ്ദേഹം ഊരി നൽകിയത്. എന്തൊരു മനുഷ്യനാണ്. സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ആ കുടുംബത്തെ ചേർത്ത് നിൽക്കുന്നതോടൊപ്പം ഒരു സർക്കാർ ജോലിയെങ്കിലും ആ ഒരു കുടുംബത്തിന് നൽകാൻ നിങ്ങൾക്ക് കനിവുണ്ടാവണം. ഇത്രയെങ്കിലും ആ ഒരു സഹോദരന് വേണ്ടി നമ്മൾ ചെയ്യണ്ടേ?